ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് October 31 റിലീസാകാൻ പോകുന്ന ബാഹുബലി ദ എപിക് ആ സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്ന സമയം മുതൽ കുറേ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് ബാഹുബലി 1 അല്ലെങ്കിൽ ബാഹുബലി 2ൻ്റെ ഒക്കെ റിലീസാണോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയമാണ്. പക്ഷേ ഈ സിനിമ ഇതിൻ്റെ മുമ്പ് ഈ രണ്ട് വേർഷൻ്റെയും ഒരു റിലീസായിട്ടല്ല വരുന്നത്. ബാഹുബലി 1 ദ ബിഗിനിങ് റിലീസായത് 2015 അപ്പോൾ അതിൻ്റെ 10ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുകയാണിപ്പോൾ. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്ത മൂവിയാണ് ബാഹുബലി ദ എപിക്. ബാഹുബലി ദ എപിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കണ്ട രണ്ട് സിനിമയുടെയും 2015 റിലീസായിട്ടുള്ള ബാഹുബലി ദ ബിഗിനിങ്ങും അതുപോലെ അതിനുശേഷം 2017 വന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് ബാഹുബലി ദ കൺക്ലൂഷൻ, ഈ രണ്ട് സിനിമയുടെയും ഒരു റീഎഡിറ്റഡ് റീമാസ്റ്റേർഡ് ഫൈനൽ സിംഗിൾ വേർഷനാണ് ബാഹുബലി ദ എപിക്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അത് തന്നിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നുള്ളത്. കാരണം ആ ഒരു സമയത്ത് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമ കൂടിയാണ് ബാഹുബലി. അപ്പോൾ അതിൻ്റെ രണ്ട് ഇതിലും സിനിമയിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ലായാലും 2ലായാലും ഒരുപാട് ഗൂസ് ബംസ് തരുന്ന മൊമെൻറ്റ്സുകളുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത് കട്ട് ഷോട്ട് ചെയ്ത് ഒരു സിംഗിൾ ഫിലിമിലേക്ക് വരണ സമയത്ത് അത് ഡെഫിനറ്റ്ലി വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് തരിക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, ബാഹുബലി 1 ആ സിനിമയിൽ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തമന്യായിട്ടുള്ള ഒരു മീറ്റിംഗ്, ആ ഒരു രംഗങ്ങൾ, അതുപോലെ പ്രഭാസ് ഫസ്റ്റ് ശിവലിംഗം കൊണ്ടുവരണ സീനുകൾ, കാലകേയവാർ, അത് കഴിഞ്ഞ് വരണ കൺക്ലൂഷനിൽ ഉള്ള യുദ്ധങ്ങൾ, അതുപോലെ ഒരുപാട് സീൻസ്, ദേവസേനയുടെ ഇൻട്രഡക്ഷൻ, അങ്ങനെ ലാസ്റ്റ് വരണ ഫൈനൽ ഫൈറ്റ് വരെ ഒരുപാട് മൊമെൻറ്റ്സുകൾ തന്നൊരു സിനിമയാണ്. അപ്പോൾ അതെല്ലാം കട്ട് ഷോട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ സിനിമയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലും ഒരുപാട് എൻഹാൻസ്മെൻറ്റ് ഈ പുതിയ സിനിമയിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഓഡിയോ ആയാലും ആ ഒരു ക്വാളിറ്റിയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ പുതിയ സിനിമയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ, ഈ ബാഹുബലി ദ എപിക് എന്ന് പറയുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും. അത് നമുക്ക് വലിയ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയാണ്. ഇത് ഒരു 3 മണിക്കൂർ 44 മിനിറ്റാണ് ഇതിൻ്റെ റൺ ടൈം ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു ലെങ്തി ഒരു ഫോമാറ്റിലാണ് ഈ പടം തിയേറ്ററിലെത്തുക. അപ്പോൾ നിങ്ങളെല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.